എസ്രാ എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന 9-ാം അധ്യായം. മിശ്രവിവാഹം. ഇത്രയുമായപ്പോൾ ജനനേതാക്കന്മാരിൽ ചിലർ എന്നെ സമീപിച്ചു പറഞ്ഞു, ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും കാനാന്യർ, ഹിത്യർ, പെരീസ്യർ, ജബൂസ്യർ, അമ്മോന്യർ, മൊവാബ്യർ, ഈജിപ്തുകാർ, അമോര്യർ എന്നിവരിൽ നിന്ന് അകന്ന് വർത്തിക്കാതെ അവരുടെ മ്ലേച്ഛതകളിൽ മുഴുകിയിരിക്കുന്നു. ഇസ്രായേല്യർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി അവരുടെ പുത്രിമാരെ സ്വീകരിച്ചു. അങ്ങനെ വിശുദ്ധ വംശം തദ്ദേശവാസികളുമായി കലർന്ന് അശുദ്ധമായി. ഈ അവിശ്വസ്തതയിൽ മുന്നിട്ട് നിൽക്കുന്നത് ശുശ്രൂഷകരും നേതാക്കളുമാണ്. ഇത് കേട്ട് ഞാൻ വസ്ത്രവും മേലങ്കിയും കീറി മുടിയും താടിയും വലിച്ചു പറിച്ചു സ്തബ്ധനായിരുന്നു. സായാഹ്ന ബലിയുടെ സമയം വരെ ഞാൻ അങ്ങനെയിരുന്നു. മടങ്ങിയെത്തിയ പ്രവാസികളുടെ അവിശ്വസ്തതയെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവം അരുളി ചെയ്ത വാക്കു കേട്ട് പരിഭ്രാന്തരായ എല്ലാവരും എൻ്റെ ചുറ്റും കൂടി. സായാഹ്ന ബലിയുടെ സമയത്ത് ഞാൻ ഉപവാസത്തിൽ നിന്ന് എഴുന്നേറ്റ് കീറിയ വസ്ത്രവും മേലങ്കിയുമായി മുട്ടിന്മേൽ വീണ് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നേർക്ക് കൈകൾ ഉയർത്തി അപേക്ഷിച്ചു. എൻ്റെ ദൈവമേ, അങ്ങയുടെ നേർക്ക് മുഖം ഉയർത്താൻ ഞാൻ ലജ്ജിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്കുമീതെ ഉയർന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപം ആകാശത്തോളം എത്തിയിരിക്കുന്നു. ഞങ്ങൾ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ വലിയ പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നത്തെ പോലെ അന്യരാജാക്കന്മാരുടെ കരങ്ങളിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും വർദ്ധിച്ച നിന്ദനത്തിനും ഏൽപ്പിക്കപ്പെട്ടു. ഞങ്ങളിൽ ഒരു വിഭാഗത്തെ അവശേഷിപ്പിക്കുകയും അതിന് അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് അഭയസ്ഥാനം നൽകുകയും ചെയ്ത് ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ ക്ഷണനേരത്തേക്ക് കരുണ കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധനത്തിൽ ആശ്വാസം തന്ന് ഞങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം കൂട്ടി. ഞങ്ങൾ അടിമകളാണ്. ഞങ്ങളുടെ ദൈവം അടിമത്തത്തിൽ ഞങ്ങളെ ഉപേക്ഷിച്ചില്ല. പേർഷ്യ രാജാക്കന്മാരുടെ മുൻപിൽ അവിടുന്ന് തൻ്റെ അനശ്വര സ്നേഹം ഞങ്ങളോട് കാണിച്ചു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം കേടുപാടുകൾ പോക്കി പണി തീർക്കുന്നതിന് അവർ ഞങ്ങളെ ഉത്തേജിപ്പിക്കുകയും യൂദായിലും ജെറുസലേമിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ എന്തു പറയേണ്ടു? ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു. അവിടുത്തെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അങ്ങ് അരുളി ചെയ്തു, നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശം തദ്ദേശവാസികളുടെ മ്ലേച്ഛതകൾ കൊണ്ട് മലിനമാണ്. അവർ അത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മ്ലേച്ഛതകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പുത്രിമാർ അവരുടെ പുത്രന്മാർക്കോ അവരുടെ പുത്രിമാർ നിങ്ങളുടെ പുത്രന്മാർക്കോ ഭാര്യമാരാകരുത്. അവരുടെ സമാധാനവും സമൃദ്ധിയും തേടുകയും അരുത്. നിങ്ങൾ ശക്തിയെ ആർജിച്ച് ദേശത്തെ വിഭവങ്ങൾ അനുഭവിക്കുകയും അത് മക്കൾക്ക് ശാശ്വത അവകാശമായി കൊടുക്കുകയും ചെയ്യുന്നതിന് അവർക്ക് സമാധാനവും ഐശ്വര്യവും കാക്ഷിക്കരുത്. ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും മഹാപാപങ്ങളും നിമിത്തം ഞങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന ശിക്ഷ ഞങ്ങൾ അർഹിക്കുന്നതിൽ കുറവാണ്. ഞങ്ങളിൽ ഒരു ഭാഗത്തെ അവിടുന്ന് അവശേഷിപ്പിച്ചിരിക്കുന്നു. ഇനിയും ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ച് ഈ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്ന ജനങ്ങളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയോ ഞങ്ങളിൽ ആരും രക്ഷപ്പെടുകയോ അവശേഷിക്കുകയോ ചെയ്യാത്ത വിധം അങ്ങ് കോപത്താൽ ഞങ്ങളെ നശിപ്പിക്കുകയില്ലേ? ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ, അവിടുന്ന് നീതിമാനാണ്. ഇതാ, ഞങ്ങളിൽ ഒരു അവശിഷ്ട ഭാഗം രക്ഷപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ മുൻപിൽ പാപവും പേറി നിൽക്കുന്നു. അങ്ങനെ അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ ആരും അർഹരല്ല. 10-ാം അധ്യായം. മിശ്രവിവാഹം അവസാനിപ്പിക്കുന്നു. എസ്രാ ദേവാലയത്തിൽ നിലത്തു വീണ് കിടന്ന് കരയുകയും പാപങ്ങളേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീ പുരുഷന്മാരും കുട്ടികളും അടക്കം ഒരു വലിയ സമൂഹം ചുറ്റും കൂടി. അവർ കഠിന വ്യഥയോടെ വിലപിച്ചു. ഏലാമിൻ്റെ കുടുംബത്തിൽപ്പെട്ട യഹിയേലിൻ്റെ മകൻ ശക്കാനിയ എസ്രായോട് പറഞ്ഞു, നാം നമ്മുടെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് ദേശത്തെ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തു. എങ്കിലും ഇസ്രായേലിന് ഇപ്പോഴും ആശയ്ക്ക് വഴിയുണ്ട്. അങ്ങും നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഭയപ്പെടുന്നവരും അനുശാസിക്കുന്നതനുസരിച്ച് ഈ ഭാര്യമാരെയും കുട്ടികളെയും ഉപേക്ഷിക്കുമെന്ന് നമുക്ക് ദൈവത്തോട് പ്രതിജ്ഞ ചെയ്യാം. ദൈവത്തിൻ്റെ നിയമം അനുശാസിക്കുന്നത് നാം ചെയ്യും. എഴുന്നേൽക്കൂ, ഇത് ചെയ്യേണ്ടത് അങ്ങാണ്. ഞങ്ങളും അങ്ങയോടൊത്തുണ്ട്. ധൈര്യപൂർവം ചെയ്യുക. അപ്പോൾ എസ്രാ എഴുന്നേറ്റ്
അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് ശപഥം ചെയ്യാൻ പുരോഹിത പ്രമുഖന്മാരെയും ലേവ്യരെയും ഇസ്രായേൽ ജനത്തെയും പ്രേരിപ്പിച്ചു. അവർ ശപഥം ചെയ്തു. അനന്തരം എസ്ര ദൈവാലയത്തിന് മുൻപിൽ നിന്ന് പിൻവാങ്ങി എലിയാഷിബിന്റെ മകൻ യഹോഹനാന്റെ മുറിയിൽ ചെന്നു. ഭക്ഷണപാനീയങ്ങൾ ഒന്നും കഴിക്കാതെ പ്രവാസികളുടെ അവിശ്വസ്തതയെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് അവൻ രാത്രി കഴിച്ചു. യൂദായിലും ജെറുസലേമിലും അവൻ വിളംബരം ചെയ്തു, മടങ്ങിയെത്തിയ പ്രവാസികൾ എല്ലാവരും ജെറുസലേമിൽ ഒരുമിച്ച് കൂടട്ടെ. 3 ദിവസത്തിനകം വരാതിരിക്കുന്നവന്റെ വസ്തുവകകൾ ശുശ്രൂഷകന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും ആജ്ഞയനുസരിച്ച് കണ്ടുകെട്ടുകയും പ്രവാസികളുടെ സമൂഹത്തിൽ നിന്ന് അവനെ ബഹിഷ്കരിക്കുകയും ചെയ്യും. 3 ദിവസത്തിനുള്ളിൽ യൂദാ ബെഞ്ചമിൻ ഗോത്രജർ ജെറുസലേമിൽ സമ്മേളിച്ചു. 9-ാം മാസം 20-ാം ദിവസമായിരുന്നു അത്. ദേവാലയത്തിൽ സമ്മേളിച്ച അവർ ഭയവും പേമാരിയും നിമിത്തം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പുരോഹിതൻ എസ്ര അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, നിങ്ങൾ നിയമം ലംഘിച്ച് അന്യസ്ത്രീകളെ വിവാഹം ചെയ്യുകയും ഇസ്രായേലിന്റെ പാപം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് പാപം ഏറ്റുപറയുകയും അവിടുത്തെ ഹിതം അനുവർത്തിക്കുകയും ചെയ്യുവിൻ. ദേശവാസികളിൽ നിന്നും അന്യ സ്ത്രീകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവിൻ. അപ്പോൾ സമൂഹം മുഴുവൻ ഉച്ചത്തിൽ പ്രതിവചിച്ചു, അങ്ങനെ തന്നെ, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും. ജനം വളരെയുണ്ട്, ഇത് പേമാരിയുടെ കാലവുമാണ്, ഞങ്ങൾക്ക് പുറത്തു നിൽക്കാനാവില്ല. ഇത് 1-2 ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല. ഞങ്ങൾ അത്രയ്ക്ക് അപരാധം ചെയ്തിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകന്മാർ സമൂഹത്തിന്റെ പ്രതിനിധികൾ ആവട്ടെ. നമ്മുടെ ദൈവത്തിന്റെ ക്രോധം ശമിക്കുന്നതുവരെ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുള്ള നഗരവാസികൾ അതത് നഗരങ്ങളിലെ ശ്രേഷ്ഠന്മാരോടും ന്യായാധിപന്മാരോടും കൂടെ നിശ്ചിത സമയത്ത് ഇവിടെ വരട്ടെ. അസ്ഹേലിന്റെ മകൻ ജോനാഥാനും തിക്വായുടെ മകൻ യഹ്സിയായും മാത്രം ഇതിനെ എതിർത്തു. മെശുല്ലാമും ലേവ്യനായ ശെബത്തായിയും അവരെ പിന്താങ്ങി. തിരിച്ചെത്തിയ പ്രവാസികൾ ആ തീരുമാനം സ്വീകരിച്ചു. പുരോഹിതൻ എസ്ര കുടുംബത്തലവന്മാരിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്ത് പേര് രേഖപ്പെടുത്തി. 10-ാം മാസം 1-ാം ദിവസം അവർ അന്വേഷണം ആരംഭിക്കാൻ സമ്മേളിച്ചു. 1-ാം മാസം 1-ാം ദിവസമായപ്പോൾ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നവരുടെ വിചാരണ പൂർത്തിയായി. പുരോഹിത പുത്രന്മാരിൽ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തവർ യോസാദാക്കിന്റെ മകൻ യശുവയുടെയും സഹോദരന്മാരുടെയും സന്തതികളിൽപ്പെട്ട മാസേയ, എലിയേസർ, യാറിബ്, ഗദാലിയ. ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാം എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനെ പാപപരിഹാര ബലിയായി അർപ്പിക്കുകയും ചെയ്തു. ഇമ്മറിന്റെ പുത്രന്മാരിൽ ഹനാനി, സെബാദിയ. ഹാരിമിന്റെ പുത്രന്മാരിൽ മാസേയ, ഏലിയ, ഷെമായ, യഹിയേൽ, ഉസിയ. പശ്ഹൂറിന്റെ പുത്രന്മാരിൽ എലിയോവേനായ്, മാസേയ, ഇസ്മായേൽ, നെത്തനേൽ, യോസബാദ്, എലാസ. ലേവ്യരിൽ യോസബാദ്, ഷിമയി, കെലായ, അതായത് കെലിത്ത, പത്താഹിയ, യൂദ, എലിയേസർ. ഗായകരിൽ ഏലിയാഷിബ്. വാതിൽ കാവൽക്കാരിൽ ഷല്ലും, തെലം, ഊറി. ജനത്തിൽ പാറോഷിന്റെ പുത്രന്മാരിൽ റാമിയ, ഇസിയ, മൽക്കിയ, മിയാമിൻ, എലയാസർ, ഹഷാബിയ, ബനായ. ഏലാമിന്റെ പുത്രന്മാരിൽ മത്താനിയ, സക്കറിയ, യഹിയേൽ, അബ്ദി, യെറെമോത്ത്, ഏലിയ. സത്തുവിന്റെ പുത്രന്മാരിൽ എലിയോവേനായ്, എലിയാഷിബ്, മത്താനിയ, യെറെമോത്ത്, സാബാദ്, അസീസ. ബേബായിയുടെ പുത്രന്മാരിൽ യഹോഹാനാൻ, ഹാനാനിയ, സബായി, അത്ലായ്. ബാനിയുടെ പുത്രന്മാരിൽ മെശുല്ലാം, മല്ലൂക്ക്, അദായ, യാശൂബ്, ഷെയാൽ, യെറെമോത്ത്. പഹത്ത് മോവാബിന്റെ പുത്രന്മാരിൽ അദ്ന, കെലാൽ, ബനായ, മാസേയ, മത്താനിയ, ബസാലേൽ, ബിന്നൂയി, മനാസെ. ഹാരിമിന്റെ പുത്രന്മാരിൽ എലിയേസർ, ഇഷിയ, മൽക്കിയ, ഷെമായ, ഷീമയോൻ, ബെഞ്ചമിൻ, മല്ലൂക്ക്, ഷമാറിയ. ഹാഷുമിന്റെ പുത്രന്മാരിൽ മത്തനായ്, മത്താത്ത, സാബാദ്, എലിഫെലത്ത്, യെറമായി, മനാസെ, ഷിമേയ്. ബാനയുടെ പുത്രന്മാരിൽ മാദായ്, അമ്രാം, യുവേൽ, ബനായ, ബദേയ, കെലൂഹി, വാനിയ, മെറെമോത്ത്, എലിയാഷിബ്, മത്താനിയ, മത്തേനായി, യാസു.
ബിന്നൂയിയുടെ പുത്രന്മാരിൽ ഷിമയി, ശെലമിയ, നാഥാൻ, അദായ, മക്നദേബായ്, ഷാഷായ്, ഷാറായ്, അസറേൽ, ശെലമിയ, ഷെമറിയ, ഷല്ലൂം, അമരിയ, ജോസഫ്. നെബോയുടെ പുത്രന്മാരിൽ ജയിയേൽ, മത്തിത്തിയ, സാബാദ്, സബീന, യദ്ദായി, ജോയേൽ, ബനായ എന്നിവർ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവരായിരുന്നു. അവർ ഭാര്യമാരെയും മക്കളെയും ഉപേക്ഷിച്ചു.